ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ നിന്ന് ബിന്നി സെബാസ്റ്റ്യൻ പുറത്തായിരിക്കുകയാണ്. ഇനി ബാക്കി വരുന്നത് 10 കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് ഹൗസിൽ. ബിന്നി സെബാസ്റ്റ്യൻ്റെ ഈ പറയുന്ന എവിക്ഷൻ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇത് ഞാൻ ഏകദേശം വെള്ളിയാഴ്ചയോടുകൂടി അറിഞ്ഞൊരു സംഭവം തന്നെയാണ്. പിന്നെ ലാലേട്ടനും ബിഗ് ബോസ് ഒക്കെ ഒറ്റ വാക്കിൽ പറയുന്ന ഒരു കാര്യമാണ്, ഷോയുടെ ക്യൂരിയോസിറ്റി ഇല്ലാതാക്കരുത്, ഷോ കാണുന്നവരുടെ എക്സൈറ്റ്മെൻറ്റ് ഇല്ലാതാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ അരി വാങ്ങുന്നത് ഈ പരിപാടി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് പറയുന്നൊരു കാര്യം, ലാലേട്ടൻ പറയുന്നൊരു കാര്യം അനുസരിക്കേണ്ടതുകൊണ്ട് ആ ഒരു സമയത്ത് വീഡിയോസും കാര്യങ്ങളൊന്നും പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ബിന്നി സെബാസ്റ്റ്യൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളിലും നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെയൊക്കെ വ്യക്തമായിട്ട് ഈ പറയുന്ന വോട്ടിൽ വളരെ പുറകെ നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ബിന്നി സെബാസ്റ്റ്യൻ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീക്കിൽ ഒരേ ഒരു എവിക്ഷനാണ് ബാക്കിയായിട്ട് വന്നത്. ഇനി ബാക്കി വരുന്നത് 10 കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് ഹൗസിൽ. എല്ലാവരും ഒറ്റ വാക്കിൽ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, സാബുമാൻ ഈ ഒരു വീക്കിൽ പുറത്തു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണോ ഒരേ ഒരു എവിക്ഷൻ മാത്രം ഇന്ന് ഈ ഒരു വീക്കിൽ വെച്ചതെന്ന് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം തന്നെയാണ്. സാബുമാൻ ആ ഒരു പേര് മാറ്റിയിട്ട് വല്ല ലക്കി മാൻ എന്നെന്തെങ്കിലും പേരിടുന്നതായിരിക്കുള്ളൂ കുറച്ചുകൂടി നല്ലത്. കാരണം ഇത്രയും ലക്കുള്ളൊരു ആളെ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം എത്ര വീക്കുകൾ ഭയങ്കരമായിട്ട് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സേവായി സാബുമാൻ ഇപ്പോൾ ഏകദേശം ബിഗ് ബോസിൻ്റെ വിജേതാവാകുമെന്നൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉള്ളിൽ. മറ്റൊന്നുമല്ല, ഈ പറയുന്ന സാബ്മാൻ്റെ ഒരു എന്താണ് കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, മറ്റേ ഈറ്റ് 5 സ്റ്റാർ ഡു സാബ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും അതിനെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈറ്റ് 5 സ്റ്റാർ ഡു സാബ്മാൻ എന്ന് പറഞ്ഞുകൊണ്ട് ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചില സമയങ്ങളിൽ ബിഗ് ബോസ് ഹൗസിൽ പല ഈ ഒരു ഷോ കാണുന്ന വ്യക്തികൾക്ക് അവരവരുടെ വ്യക്തമായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടാകും. അവർ ആ ഒരു കണ്ണിലൂടെ ഈ ഒരു ഷോ കാണുന്ന സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നു. അതേ കണ്ടസ്റ്റൻസ് തന്നെ പല പല സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ജനങ്ങളുടെ ഈ പറയുന്ന ദേഷ്യവും അതെല്ലാം എന്താണ് വീണ്ടും പിടിച്ചു വാങ്ങുന്നു. അതായത് ഷാനവാസ്, അനീഷ്, അനുമോൾ ഇവർക്കൊക്കെ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഒടുക്കത്തെ സപ്പോർട്ടായിരുന്നു. പിന്നീട് ഇവർ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ സപ്പോർട്ട് പയ്യെ പയ്യെ ഇല്ലാതാവുകയായിരുന്നു. ആ ഒരു സമയത്തൊക്കെ ആരോടും യാതൊരു വിദ്വേഷവും ഇല്ലാത്ത രീതിയിൽ മര്യാദക്ക് അവിടെ നിൽക്കുന്ന സാബുമാനെ ജനങ്ങൾ സ്നേഹിച്ചു പോയതിൽ നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല. അത്യാവശ്യം വോട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് സാബുമാൻ അവിടെ സേവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സാബുമാൻ ഈ ഒരു വീക്കിലും സേവായിട്ടിരിക്കുകയാണ്. സാബുമാൻ്റെ പേര് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ലക്കി മാൻ എന്നുള്ളതിന് വിളിച്ചാൽ മതി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എനിവേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇപ്പോൾ പറയുന്ന ബിന്നി സെബാസ്റ്റ്യൻ എവിക്റ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു എവിക്ഷൻ തന്നെയാണ്. വോട്ടിങ്ങിനും പുറകെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 7-ൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്